അടുത്ത ഗിഫ്റ്റിന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പോണത് നമ്മുടെ ടീമും ഐഷുവാണ് കേട്ടോ. ഭയങ്കര ബോണ്ടിങ് ആണ്. വല്ലാത്തൊരു മാച്ച് കേട്ടോ, വൈറ്റും റെഡും കൂടെ ഇങ്ങനെ ഭയങ്കര ഒരു മാച്ച്. മൂന്നുപേരും കൂടെ നിൽക്കുമ്പോൾ ശരിക്കും ക്രിസ്മസ് ട്രീ അതിന്റെ കളറ്. അതെ, ഡ്രസ്സിൽ മാത്രമേ മാച്ചുള്ളൂ, രണ്ടും കീരിയും പാമ്പുവാ. ടീമേ, ഐഷുവിന് വേണ്ടി ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ടീം ശ്രദ്ധിച്ചു? ഇവരിവിടെ ഒട്ടും പരിചയം കാണിക്കില്ല, പക്ഷെ ഭയങ്കര ക്ലോസ് ആവരും. എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഗിഫ്റ്റ് കൊടുത്തതാണ്. അതിപ്പോ എല്ലാവർക്കും അത്യാവശ്യമുള്ള പല ഏറ്റവും അത്യാവശ്യം ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് അത്യാവശ്യമുണ്ട്. ഐഷുവിന്റെ ഗിഫ്റ്റിലേക്ക് പോണതിന് മുമ്പ് ഏറ്റവും ആദ്യം ടീം ഇത്രയും അത്യാവശ്യമുള്ള കണ്ടറിഞ്ഞ് തന്ന സാധനം എന്താന്ന് അറിയണ്ടേ? ക്രിസ്മസ് ഗിഫ്റ്റ്. ഓക്കെ, ഇതെന്നും ഓർക്കോ ടീമിന്? അടിച്ചു പിരിയോ നിങ്ങള്? ഇല്ല. എന്താണെന്ന് മനസ്സിലായ? എന്താണിത്? മൂക്കുകയറ്. ഭയങ്കര ചാട്ടക്കാരിയാണ് ഇവള്. മൂക്കുകയറിയിട്ടാലേ ഇവള് നിക്കുള്ളു. ഇതെന്താണിത്? ലാടം. ഇതെന്താണ്? ഇതെന്താ? ഇത് ലാഡർ. എനിക്കറിയാൻ പാടില്ല. ശരി, അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഐഷു എന്താണ്? ആ തങ്കുന്റെ ഒരു കോമഡി എന്തോ വരുന്നുണ്ട്. ഏതോ ഒരു എന്റെ ലാടം നിന്നോട് പറയിപ്പിക്കും. അയ്യോ, ഈ മ്യൂസിക് ഇന്നത്തെ ദിവസം എനിക്ക് തരണേ കേട്ടാ. എന്തായാലും ഇങ്ങനെയാണെങ്കിൽ ഇതിന് മറുപടി ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഐഷു വരികയാണ്. ടീമിന്റെ ചങ്കായിട്ടുള്ള ടീമിന്റെ സ്വന്തം സിസ്റ്റർ ആണ് കേട്ടോ ഐഷു. അത്ര സ്നേഹവും കെയറിങ്ങും ഒക്കെയാ ഐഷു കണ്ടറിഞ്ഞ് ടീമിന് കൊടുത്തിട്ടുള്ളത്. കലാകാരനുള്ള അംഗീകാരം. നശീകരണ പുരസ്കാരം. സംഗീതത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടിട്ട് ഇനിയെങ്കിലും ഇതെങ്കിലും തിരിച്ചറിഞ്ഞ് നിർത്താൻ വേണ്ടിട്ടാ. സ്വന്തമായിട്ട് ആ സംഗീതത്തെ കൊല്ലുന്ന കൂടാതെ ഞങ്ങളെല്ലാരും കോറസ് പാടാനും വിളിക്കും. ഇതാണ് വീട്ടിലും കൊണ്ടേ വെക്കാൻ പറ്റൂല. ഈ പുള്ളി പ്ലാൻ ചെയ്ത് ഇവരെല്ലാരും കൂടി ഞങ്ങളെ കൊന്നോണ്ടിരിക്കുക. അപ്പൊ ഈ കൊച്ചി നഗ്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നോണ്ടാണ് അതിനെ മൂക്ക് കയറി ഇടണമെന്ന് പറയണത് അല്ലേ? ഇപ്പോഴാണ് മനസ്സിലായത്. ആർട്ടിലെ ടീം ഒരു ഉപകാരം ചെയ്യണേ, നല്ല കലാകാരനുള്ള അവാർഡ് നിന്ന് പേര് മാറ്റി തന്നെ. ഇത് വീട്ടിൽ മാത്രമല്ല ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റൂല, ആരെങ്കിലും ഇതുപോലെ അപമാനിക്കപ്പെടുമ്പോൾ ഒരു നാൾ നീ വാഴ്ത്തപ്പെട്ടവനാവും, ഉയർത്തെഴുന്നേൽക്കും ഇവരുടെ മുൻപിൽ. ഓക്കെ, ഈ എനർജിയിൽ ഒരു ക്രിസ്മസ് പാട്ട് കാച്ചുന്നോ? പിന്നെ കാച്ചാൽ ഇപ്പൊ തന്നെ കാച്ചനാണ്. അപ്പൊ പറഞ്ഞത് തിരിച്ചെടുക്കണേ. ഉണ്ടാക്കി പാട്ട്. നല്ല മൈക്കതാ, നല്ല മികതാ. ഹലോ ചി, ഹലോ ചെക്ക്, ഹലോ ചെക്ക്, ഹലോ ചെക്ക്, ഹലോ എച്ചി. ഇത്തിരി വെള്ളം തരുമോ? വെള്ളം തരോ? ഇപ്പൊ വേണമെങ്കിൽ കുടിച്ചോ, പാട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. മെയിൻ ഗായകന്റെ മൈക്ക് കുറച്ചിട്ട് മറ്റേ കോറസ് പാടുന്ന വോളിയം വെച്ചു. ഒരു അപകടം ഒഴിവാകും. റിമി ചേച്ചി, എന്ത് വേണേ കോറസ് ഒന്ന് കൂടി തന്നെ ഉണ്ടാക്കി പാടുന്ന പാട്ടിന് ഞാൻ എങ്ങനെ കോറസ് പഠിച്ചോളൂ. ഞാൻ പാടും. ഞാൻ വേറെ അസീസ് സിനിമ നടനാവണേക്ക് മുമ്പ് പിന്നണി ഗായകൻ. ആ പിന്നണി ഗായനായിരുന്നു പുള്ളി. അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടതാ. അങ്ങനെയാണ് സിനിമയിലോട്ട് വന്നത്. ക്രിസ്മസ് 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 ക്രിസ്മസ്. സാന്റപ്പ വന്നല്ലോ, ഗിഫ്റ്റുമായി വന്നല്ലോ, ഡാൻസ് ആടാൻ വന്നല്ലോ. സാന്റപ്പ വന്നല്ലോ, ഗിഫ്റ്റുമായി വന്നല്ലോ, ഡാൻസ് ആടാൻ വന്നല്ലോ. സാന്റപ്പ. ക്രിസ്മസ് 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 ക്രിസ്മസ്. ഇത് കഴിഞ്ഞ ഓണത്തിന് ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ. ഈ പാട്ട് ഞാൻ വേറെ എവിടെയും കേട്ടത്. ഓണത്തിന് ഇല്ലല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ട്യൂൺ ടീം പാടിയിട്ടുണ്ട്. ഓണത്തപ്പൻ മാവേലി, ഓണത്തപ്പൻ മാവേലി, ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, ഓണത്തപ്പ. ഓണം ഓണം ഓണത്തപ്പ. ഓണം ഓണം ഓണം. ഇത് റംസാനാവുമ്പോ
റംസാൻ വന്നല്ലോ, ബക്രീദ് വന്നല്ലോ, വന്നല്ലോ തപ്പിക്കാരൻ മൂസ. മൂസ 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 മൂസ. ടീമേ എടാ സീസൺ ഗായക. ഇത് കണ്ടോ സർ, നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. അല്ല ഈ ടീമേ ഏതായിരുന്നു പാട്ട്? ഹലോ നുണ പറയാനില്ല. ഹലോ മാഡം. പ്രശ്ന അന്നു പാടുക, ആരെങ്കിലും പാടും. ഹലോ മാഡം, ഒരുപാട് ഷോയ്ക്കൊക്കെ ജഡ്ജ്മെന്റിൽ ഇരിക്കുന്നല്ലേ, അപ്പൊ ഇതിന് ജഡ്ജ്മെന്റും മാർക്കും പറഞ്ഞെങ്കിൽ നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യായിരുന്നത്. ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്താ അതിന്റെ ഒരു റിയാലിറ്റി ഷോ നടക്കുകയാണെന്ന് വെച്ചോ. ഇതുവരെ കേട്ട തനതായ നമ്മുടെ കുറച്ച് ക്രിസ്മസ് പാപ്പയെ പറ്റിയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഗാനം ഇനി വരാനുമില്ല, ഇനി നമുക്ക് കേൾക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇതെന്നും അല്ല, പുതുമയുടെ ഒരു കലാസൃഷ്ടി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. ഈ മനുഷ്യൻ പറഞ്ഞ് റിമി എന്റെ കോർസ് ഒന്ന് പാടണം. അപ്പൊ ഉണ്ടാക്കി പാടും, ഞാൻ അങ്ങനെ കോർസ് പാടും. എന്നാലും ഒരു സഹകരണ മനോഭാവത്തോടെ മൈക്കെടുത്ത് പിടിച്ച് ക്രിസ്മസ് വന്നല്ലോ, ക്രിസ്മസ്. ഞാനും കണ്ടു ആ ഉദ്ദേശത്തിലല്ല കേട്ടോ, വെറുതെ എന്റെ പിച്ചിൽ പിടിക്കാൻ പറ്റൂല, അതുകൊണ്ട്. ടീമിന്റെ ഈ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ യൂട്യൂബിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്താൽ അവര് പറയും ഏത് പാട്ടെന്ന്. ടീം പറയുന്നു, അവരെ പ്രേക്ഷകരെ കൊണ്ട് അല്ല, എനിക്ക് ഇതിനങ്ങാപ്പുറം മറിയടമ്മയുടെ ആട്ടുംകുട്ടി വരെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതാ. അതായത് കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ ഈ പാട്ട് പാടി റിഹേഴ്സൽ ചെയ്തു, പക്ഷെ പാടാൻ സമ്മതിച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലായത്. അയ്യോ അയ്യോ അത് അയ്യോ, ഡയാനക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. അതും ബിനീഷിന്റെ പാട്ട് കാരണം. അതാണ്. സൂപ്പർ ആയിരുന്നു ടീം, അടിപൊളി. എന്റെ അളിയാ, പാട്ടും ആ എഴുതി വെച്ചോളൊന്ന് മറച്ചു വെക്കോ. ആർക്കായിരിക്കും? സംസ്ഥാന പാതയിൽ ആരറിഞ്ഞു? ഹലോ ഹലോ, ആരാണ്? മോനെ ഞാൻ സാന്താ ക്ലോസ് ആണ്. നമസ്കാരം. ഇപ്പൊ അവിടെ ഒരു പാട്ട് പാടിയില്ലേ, അതെ, അതെനിക്കൊന്ന് അയച്ചു തരുമോ? എനിക്കൊന്ന് റിംഗ് ടോൺ ആയിട്ട് ഇടാൻ വേണ്ടിയാണ്. താങ്കൾ ഇപ്പൊ എവിടെയാണ്? ഞാൻ അവിടെ UK നിൽക്കുകയാണ്, അങ്ങോട്ട് വന്നോണ്ടിരിക്കണേ ഉള്ളൂ. കേരളത്തിലോട്ട് അടുത്ത ഫ്ലൈറ്റ് വരും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇത് എപ്പിസോഡ് ഇറങ്ങും, അപ്പൊ യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തിട്ടാ പോലെ. ഇല്ല, അതിനു മുമ്പ് എനിക്ക് വേണം 10 വരെ കൊണ്ട് പറയിക്കണത്. അതെ അതെ, ഒന്ന് കൊടുത്തോളാം. ശരി, ഞങ്ങൾ അയച്ചു കേട്ടോ. ഇത്തവണ നിങ്ങൾക്ക് വരുമ്പോ മുട്ടായി ഇല്ല കേട്ടാ, അവന് കുറച്ച് എരിവശം കൊണ്ടുവരുന്നുണ്ട്. റിമി ചേച്ചി, ഈ പാട്ട് നമ്മള് പാടി പഠിപ്പിക്കും നമ്മളെ. പക്ഷെ ഈ കൊച്ചിന്റെ ഒരു മനസ്സിന്റെ വലിപ്പം നോക്കിയേ, ഇതിനെ കണ്ടതെല്ലാം പറഞ്ഞിട്ടും ആ ക്രിസ്മസ് പാട്ട് പാടാൻ ഈ ഒരു ഒറ്റ കൊച്ചുണ്ട്. പാടിയില്ലെങ്കിലുണ്ടല്ലോ പിണങ്ങും, നാളെ പിന്നെ മിണ്ടത്തില്ല. ഈ കുട്ടി, ഈ ബുദ്ധിയില്ലാത്ത കുട്ടിയുടെ കരച്ചില് കാണാതിരിക്കാൻ വേണ്ടി മാത്രം വരുന്നത് അവിടെ.